ഒരു ചിന്ത നിങ്ങളുമായിട്ട് പങ്കിടുവാനായിട്ട് ലേവ്യ പുസ്തകം 10-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ലേവ്യ 10-ാം അധ്യായം 1-2 വാക്യങ്ങൾ. അനന്തരം അഹരോന്റെ പുത്രന്മാരായ നാദാബും അബീഹുവും ഓരോ ധൂപകലശമെടുത്ത് അതിൽ തീയിട്ട് അതിന്മേൽ ധൂപവർഗവും ഇട്ടു. അങ്ങനെ തങ്ങളോട് കൽപ്പിച്ചതല്ലാത്ത അന്യാഗ്നി യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവന്നു. ഉടനെ യഹോവയുടെ സന്നിധിയിൽ നിന്നും തീ പുറപ്പെട്ട് അവരെ ദഹിപ്പിച്ചു കളഞ്ഞു. അവർ യഹോവയുടെ സന്നിധിയിൽ മരിച്ചുപോയി. ഞാൻ ഇന്ന് ആരാധനയെ കുറിച്ച് ചില കാര്യങ്ങളാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ നമ്മൾ കാണുന്നുണ്ട് അഹരോന്റെ പുത്രന്മാരായ നാദാബും അബീഹുവും അവരുടേതായ രീതി, അതായത് ദൈവം കൽപ്പിച്ചിട്ടുള്ളത് പോലെയല്ല, അവരുടേതായ രീതിയിൽ അവര് ഒരു ധൂപകലശം എടുത്തിട്ട് അതിന്മേൽ തീയും ധൂപവർഗവും ഇട്ടിട്ട് അത് ദൈവസന്നിധിയിൽ കൊണ്ടുവരുന്നു. അവിടെ എഴുതിയിരിക്കുന്ന തങ്ങളോട് കൽപ്പിച്ചതല്ലാത്ത അന്യാഗ്നി യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവന്നു. എ സ്ട്രേഞ്ച് ഫയർ. ആരാധന നമ്മൾ ഒരുപാട് കേൾക്കുന്ന വാക്കാണ് ആരാധന. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വളരെയധികം ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് ആരാധന. ഹീസ് എ വർഷിപ്പർ. ഒരു വിശ്വാസി ആരാധകനാണ്. ആരാധന അതിപ്രധാനമായ കാര്യമായതുകൊണ്ട് തന്നെ ദുഷ്ടപിശാച് നമ്മെ തെറ്റായ ആരാധനയിലേക്ക് നയിക്കും. ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, പുറമെ നോക്കിയാൽ എല്ലാം കറക്റ്റാണ്, പക്ഷേ അത് അന്യാഗ്നിയാണ്, സ്ട്രേഞ്ച് ഫയർ എന്നാണ് എഴുതിയിരിക്കുന്നത്. ദൈവത്തിന് പ്രസാദം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അവിടെ നമ്മൾ വായിക്കുന്നത് ആ അന്യാഗ്നി ചെയ്ത 2 പേരും ദൈവസന്നിധിയിൽ വീണുപോയി. അവരെ യഹോവയുടെ സന്നിധിയിൽ നിന്നുള്ള തീ ദഹിപ്പിച്ചു കളഞ്ഞു. ആരാധന അതിപ്രധാനമായൊരു കാര്യമായതുകൊണ്ട് തന്നെ ശരിയായ ആരാധന നാം മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. ആരാധനയെക്കുറിച്ച് വർഷിപ്പിനെ കുറിച്ച് ഒരുപാട് ക്ലാസ്സൊക്കെ പണ്ട് നടത്തിയിട്ടുണ്ട്. ക്രിസ്ത്യ ജീവിതത്തിലെ പല കാര്യങ്ങൾ ക്ലാസ് എടുക്കാൻ പറ്റിയ കാര്യങ്ങളല്ല. എങ്ങനെ പ്രാർത്ഥന അല്ലെങ്കിൽ എങ്ങനെ ആരാധന, ഇതൊന്നും ക്ലാസ് എടുക്കാൻ പറ്റിയ കാര്യമല്ല. ആദ്യമായിട്ട് സ്നാനം ഞാൻ നടത്തിയപ്പോൾ എനിക്ക് ശരിയെന്ന് തോന്നിയ രീതിയിൽ ഞാൻ കാര്യങ്ങൾ നടത്തി. അത് തെറ്റാണെന്ന് പറയാൻ വേദപുസ്തകത്തിലില്ല. ഞാൻ ആദ്യമായിട്ട് കല്യാണം നടത്തിയപ്പോൾ എനിക്കെന്താണോ ശരിയെന്ന് തോന്നിയ രീതിയിൽ കല്യാണം നടത്തി. കാര്യം ഇങ്ങനെയാണ് കല്യാണം നടത്തേണ്ടതെന്നും വേദപുസ്തകത്തിൽ ഇല്ല. ആദ്യം 2 പാട്ട് പാടണം, പിന്നെ ഒരു വാക്യം വായിക്കണം, അങ്ങനത്തെ ഒരു പരിപാടിയും വേദപുസ്തകത്തിലില്ല. നമുക്കങ്ങനെ പല കാര്യങ്ങളും ക്രിസ്ത്യ ജീവിതത്തിൽ പഠിക്കാൻ പറ്റുന്നതല്ല. ആരാധനയോടുള്ള ബന്ധത്തിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ദൈവത്തിനൊരു ഓർഡറുണ്ട് എല്ലാറ്റിനും. ഈ പ്രകൃതിയിലൊരു ഓർഡറുണ്ട്. റോമലേഖനം 13-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ഏതു മനുഷ്യനും ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ. ദൈവത്താൽ അല്ലാതെ ഒരു അധികാരവും ഇല്ലല്ലോ. ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ അധികാരത്തോട് മറുക്കുന്നവൻ ദൈവവ്യവസ്ഥയോട് മറുക്കുന്നു. മറുക്കുന്നവരോ ശിക്ഷാവിധി പ്രാപിക്കും. ദൈവ വ്യവസ്ഥ, ദൈവം വെച്ചിരിക്കുന്ന ഒരു സിസ്റ്റം, ദൈവം വെച്ചിരിക്കുന്ന ഒരു ഓർഡർ, അത് തെറ്റിക്കുന്നവൻ ദൈവത്തോട് ആണ് മത്സരിക്കുന്നത്, എതിർക്കുന്നത്. അതിന് അവൻ ശിക്ഷ കിട്ടും. ദൈവം വെച്ചിരിക്കുന്ന ഓർഡർ, അവിടെ പറയുന്നത് ലോകത്തിൽ വെച്ചിരിക്കുന്ന ഓർഡർ, ഗവൺമെന്റിൽ വെച്ചിരിക്കുന്ന ഓർഡർ, അധികാരികൾ, രാജാക്കന്മാര്, അങ്ങനെയുള്ള ഓർഡർ. വേദപുസ്തകത്തിൽ പല ഓർഡറുകൾ നമ്മൾ കാണുന്നുണ്ട്. ഫാമിലി ഒരു ഓർഡറുണ്ട്. ഈ ഓർഡർ നമ്മൾ തെറ്റിച്ചാൽ ഗവൺമെന്റ് നമ്മൾ അറസ്റ്റ് ചെയ്യത്തില്ല, ഒരു കോടതിയും നമ്മളെ ശിക്ഷിക്കത്തില്ല. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ അപ്രീഷിയേറ്റ് ചെയ്യത്തേ ഉള്ളൂ. ഓർഡർ തെറ്റിച്ചാൽ ഉന്നതമായി ചിന്തിക്കുന്നവൻ എന്ന് പറഞ്ഞ് ലോകം അപ്രീഷിയേറ്റ് ചെയ്യും. ഒരു ഫാമിലി ഒരു ഓർഡറുണ്ട്. ഒരു പുരുഷൻ, ഒരു സ്ത്രീ, ഒരു ഭർത്താവ്, ഒരു ഭാര്യ, മക്കൾ, അവർക്കൊക്കെ ഒരു ഓർഡറുണ്ട്. അതുപോലെ സമൂഹത്തിലൊരു ഓർഡറുണ്ട്. ഈ പ്രപഞ്ചത്തിനോട് ബന്ധപ്പെട്ട് ദൈവത്തിന് ചില ഓർഡറുണ്ട്. അത് നമ്മൾ അധികം ശ്രദ്ധിക്കത്തില്ല, പക്ഷെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് നല്ലതാണ്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 15 വായിക്കും. യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെ ആക്കി. ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിട്ട് മനുഷ്യനെ കൊണ്ടുപോയി ഏദൻ തോട്ടത്തിലാക്കിയത് എന്തിനാണ്? അവിടെ വേല ചെയ്യാനും അതിനെ സംരക്ഷിക്കാനും പരിപാലിക്കാനും.
ഈ പ്രപഞ്ചത്തെ ഞാൻ ഡിസ്ട്രോയ് ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കേണ്ടത് ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയെയാണ് ഞാൻ തെറ്റിക്കുന്നത്. അവിടെ പ്രകൃതിയെ നശിപ്പിക്കാനല്ല. നമ്മുടെ ആർത്തിയാണ് പലപ്പോഴും നാശത്തിലേക്ക് പോകുന്നത്. നമ്മൾ ആവശ്യത്തിന് മാത്രമേ പ്രപഞ്ചത്തിലുള്ള കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് നാശമല്ല. ആർത്തിയിൽ നിന്ന് ഈ നാശങ്ങളൊക്കെ ഉണ്ടാവും. അതിൻ്റെയൊക്കെ ഭവിഷ്യത്താണ് നമ്മളിപ്പോൾ അനുഭവിച്ചു തുടങ്ങി. റോമലേഖനത്തിൽ വായിക്കുന്നത് അതിൽ തന്നെ ശിക്ഷാവിധി ഉണ്ടാകും. ഞാൻ പ്രകൃതിയെ നശിപ്പിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം വെച്ചിട്ട് വ്യവസ്ഥയുണ്ട്. അതിനെ ഞാൻ നശിപ്പിക്കുമ്പോൾ അതിൻ്റെ കോൺസിക്വൻസ്, അതിൻ്റെ ശിക്ഷ ഞാൻ തന്നെ അനുഭവിക്കുകയാണ്. അപ്പം ദൈവം വെച്ചിരിക്കുന്ന ഒരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റം അനുസരിച്ച് ഞാൻ ജീവിക്കാവൂ. ഇനി നമുക്ക് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിലേക്ക് വരാം. ഞാൻ വർഷിപ്പിനെ കുറിച്ചാണ് പറയുന്നത്. 1 കൊരിന്ത്യർ 3-ാം അധ്യായം അതിൻ്റെ 6-7 വാക്യങ്ങൾ. ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു, ദൈവം അത്രേ വളരുമാറാക്കിയത്. ആകയാൽ വളരുമാറാക്കുന്ന ദൈവമല്ലാതെ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല. ഓക്കെ, ആ 2 വാക്യങ്ങൾ പൗലോസിന്റെ ബോധ്യം പുള്ളി പറയുകയാണ്. ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു, ദൈവമാണ് വളരുമാറാക്കിയത്. ഇത് പറയാനുള്ള കാരണം എന്താണെന്നറിയാമോ? കൊരിന്ത്യ സഭയിൽ ആളുകൾ ഈ 2 പേരുടെയും പേരിൽ ആള് കളിക്കാൻ തുടങ്ങി. ഞാൻ സാബുച്ചായൻ്റെ പക്ഷക്കാരൻ, ഞാൻ ബിജുവിൻ്റെ പക്ഷക്കാരൻ, 2 ഗ്രൂപ്പ്. പിന്നെ സാബുച്ചായൻ്റെ മഹത്വത്തെക്കുറിച്ച് അവർ സാബുച്ചായൻ്റെ ഗ്രൂപ്പുകാർ പറയുന്നു, ബിജുവിൻ്റെ മഹത്വത്തെക്കുറിച്ച് ബിജുവിൻ്റെ ഗ്രൂപ്പുകാർ പറയുന്നു. അങ്ങനെ ഒരു ഗ്രൂപ്പിസം ഉണ്ടായ സമയത്ത്, ഒരാളുടെ കെയർ ഓഫിൽ കാര്യങ്ങൾ പറയുന്ന സമയത്ത് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഞാൻ നട്ടു, ശരിയാണ്, അപ്പൊല്ലോസ് നനച്ചു, പക്ഷേ ആരാണ് വളരുമാറാക്കിയത്? ദൈവമാണ് വളരുമാറാക്കിയത്. അപ്പം ഇത് കേൾക്കുന്നവന് അപ്പൊല്ലോസിനെ കുറിച്ചാണോ പൗലോസിനെ കുറിച്ചാണോ ബഹുമാനം ഉണ്ടാകുന്നത്? അപ്പൊല്ലോസിനെ കുറിച്ചുമല്ല, പൗലോസിനെ കുറിച്ചുമല്ല, ദൈവത്തെക്കുറിച്ച്. അങ്ങനെ പൗലോസിന്റെ ആ ബോധ്യത്തിന്റെ അനന്തരഫലം എന്താണ്? 7-ാമത്തെ വാക്യം. ആകയാൽ വളരുമാറാക്കുന്ന ദൈവമല്ലാതെ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല. അതാണ് ആരാധന. 6-ാമത്തെ വാക്യത്തിൽ പൗലോസിനുണ്ടായ ബോധ്യത്തിന്റെ പരിണിത ഫലമാണ് 7-ാമത്തെ വാക്യത്തിലുള്ള ആരാധന. എന്താണ്? വളരുമാറാക്കുന്ന ദൈവമാണ് സ്തുതിക്കും സ്തോത്രത്തിനും ബഹുമാനത്തിനും യോഗ്യൻ. ഒരു കാര്യം മനസ്സിലാക്കണം, ആരാധന ഉണ്ടാക്കാൻ പറ്റത്തില്ല. വി കനോട്ട് ക്രിയേറ്റ് വർഷിപ്പ്. പാട്ടുപാടാം, വാക്കുകൾ പ്രസ്താവിക്കാം, ദൈവം വലിയവനെന്നും ദൈവം സർവശക്തനെന്നൊക്കെ വാക്കുകൾ പ്രസ്താവിക്കാം. പക്ഷേ ആരാധന ഉണ്ടാക്കാൻ പറ്റത്തില്ല. ആരാധന ഉണ്ടാകണം. അതെവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? എൻ്റെ ബോധ്യത്തിൽ നിന്ന്. എൻ്റെ ബോധ്യം എന്താണ്? അപ്പൊല്ലോസും ആരുമല്ല, പൗലോസും ആരുമല്ല. 2 കൂടെ ഒരുമിച്ച് പോകത്തില്ല. എൻ്റെ മഹത്വവും എൻ്റെ കഴിവും എൻ്റേതായ കാര്യങ്ങളെക്കുറിച്ചുള്ള വലിയ ചിന്തയും അതിന് തുല്യമായി ദൈവത്തെക്കുറിച്ചുള്ള ആരാധനയോ ഉണ്ടാകത്തില്ല. ഏതെങ്കിലും ഒന്നേ ഉണ്ടാകും. എന്നെക്കുറിച്ച് ഞാൻ മഹത്വമുള്ള കാര്യങ്ങൾ പറയുന്നവനാണെങ്കിൽ എനിക്ക് വാക്കുകൾ പ്രസ്താവിക്കാം, പാട്ട് പാടാം, പക്ഷെ ആരാധന ഉണ്ടാകത്തില്ല. അതാ ഞാൻ പറഞ്ഞത്, വി കനോട്ട് ക്രിയേറ്റ് വർഷിപ്പ്. ആരാധന ഉണ്ടാകുന്നത് അത്ഭുതങ്ങളുടെ മുൻപിലാണ്. ആരാധന എന്ന് പറയുന്നത് അത്ഭുതത്തിൻ്റെ മുൻപിൽ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു പ്രതികരണമാണ് വർഷിപ്പ്. അത്ഭുതം എന്ന് പറഞ്ഞാൽ പച്ചവെള്ളം വീഞ്ഞാക്കുന്നതും ക്യാൻസർ രോഗി സൗഖ്യമാക്കുന്നതല്ല. ദൈവത്തെ കാണുന്നത് തന്നെ അത്ഭുതമാണ്. പക്ഷെ എന്തുകൊണ്ട് അത്ഭുതം നമ്മൾ കാണുന്നില്ല? അത്ഭുതം കാണാത്തതിൻ്റെ കാര്യം, ഞാൻ ഭയങ്കരനാണ്, ബിജു എന്ന് പറയുന്ന വ്യക്തി ഭയങ്കരനാണ്. രണ്ടും ഒരുമിച്ച് നടക്കത്തില്ല. ഞാൻ ഭയങ്കരനാണ്, എനിക്കെന്താ അത്ഭുതം? ഒരു മാജീഷ്യൻ, ഇന്ത്യയിൽ ഫേമസ് ആയ ഒരു മാജീഷ്യൻ മാജിക് കാണിക്കാം. അപ്പോൾ വേൾഡ് ഫേമസ് ആയ ഒരു മാജീഷ്യൻ കണ്ടിട്ട് ഞെട്ടത്തൊന്നുമില്ല. അയാൾക്ക് ഇതൊക്കെ അറിയാം, അയാൾക്കിത് അതിൻ്റെ അപ്പുറം അറിയാം. പിന്നെ അയാൾ ഞെട്ടുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ഞെട്ടാത്തത് എന്താ?
നമുക്കൊക്കെ നമ്മെക്കുറിച്ച് നല്ല ബോധ്യങ്ങളുണ്ട്. എന്താണ്? മിടുക്കനും വലിയവനും കഴിവുള്ളവനും ശ്രദ്ധയുള്ളവനും, അങ്ങനെ നമ്മെക്കുറിച്ചുള്ള എല്ലാ വീരവാദവും നമുക്കുണ്ട്. ആവശ്യം പോലെ നമ്മളത് പൊഴിക്കുന്നുമുണ്ട്. ആവശ്യം പോലെ അഹങ്കാരം എനിക്കും നമുക്കുണ്ട്. ആരാധന ഉണ്ടാക്കാൻ പറ്റത്തില്ല, അതുണ്ടാകണം. ദൈവത്തെക്കുറിച്ചുള്ള അത്ഭുതത്തിന്റെ മുൻപിൽ സ്വാഭാവികമായിട്ട് ആരാധന ഉണ്ടാകണം. ദൈവം വെച്ചിരിക്കുന്ന ഓർഡറിലേ സംഭവിക്കൂ, അല്ലെങ്കിൽ അന്യാഗ്നിയാണ്. പൗലോസ് ആരാ? ക്രിസ്തീയ സഭാചരിത്രത്തിൽ പൗലോസിനെ പോലൊരു മനുഷ്യനില്ല. ദൈവത്തിന്റെ സഭ പണിയാൻ ആഗ്രഹിച്ചപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയായിരിക്കണം, അതിൻ്റെ മെയിൻ്റനൻസ് എങ്ങനെയായിരിക്കണം എന്നൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ ദൈവം ഉപയോഗിച്ചൊരു മനുഷ്യനാണ് പൗലോസ്. ക്രിസ്തീയ സഭയിലെ നല്ല പങ്കും ഡോക്ട്രിൻസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് പൗലോസ് എഴുതിയ ലേഖനത്തിൽ നിന്നാണ്. പലവട്ടം പട്ടിണി, പലവട്ടം പൈതാഹം, പലവിധമായ ഉപദ്രവങ്ങളൊക്കെ അനുഭവിച്ച് ഒരു ത്യാഗിയായ മനുഷ്യൻ, 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട മനുഷ്യൻ. ആ മനുഷ്യൻ പറയുന്ന വാക്കൊന്ന് ശ്രദ്ധിച്ച്. ഞാൻ നട്ടു, അപ്പല്ലോസ് നനച്ചു, വളരുമാറാക്കിയത് ദൈവം. നമുക്കൊരു കടുത്ത ഒരു ആഴമൊരു ആഗ്രഹം ഉണ്ടാകണം. കർത്താവേ, എന്നിലേക്ക് ആ വെളിച്ചമൊന്ന് വരട്ടെ, ആ താഴ്മ എന്നിലേക്കൊന്ന് വരട്ടെ. അതിൽ നിന്ന് മാത്രമേ ആരാധന ഉണ്ടാകൂ. ആ ബോധ്യമാണ് പൗലോസ് പറയുന്നത്. അതുകൊണ്ട് വളരുവാനിടയാക്കിയ ദൈവമല്ലാതെ ബിജുവോ സാബുച്ചായനോ ഏതുമില്ല. നട്ടവനും വലുതല്ല, നനച്ചവനും വലുതല്ല. ഇത് എളുപ്പം നമ്മിൽ നിന്ന് പോകത്തില്ല. ഇത് പോകാതെ ആരാധന ഉണ്ടാകത്തില്ല. നമുക്ക് പൗലോസിന്റെ വേറൊരു ഭാഗം നമുക്ക് നോക്കാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ആദ്യം 20-ാമത്തെ വാക്യം വായിക്കാം. നമ്മുടെ ദൈവവും പിതാവുമായവന് എന്നേക്കും മഹത്വം. ആമേൻ. ആമേൻ. നമ്മുടെ ദൈവവും പിതാവുമായവൻ എന്നേക്കും മഹത്വം. ദാറ്റ് ഈസ് വർഷിപ്പ്. ആരാധന. ആ ആരാധന ഉണ്ടാകാനായിട്ടുള്ള ചിന്തകൾ എന്തൊക്കെയാണ്? 18-ാമത്തെ വാക്യം മുതൽ. ഇപ്പോൾ എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട്. ഇതാരാ പറയുന്നതെന്ന് അറിയാമോ? ഒന്നുമില്ലാത്തൊരു മനുഷ്യൻ. എന്താ മനുഷ്യനുള്ളത്? ഭാര്യയില്ല, മക്കളില്ല, സ്വന്തമായി ഒന്നുമില്ലാത്ത ആ മനുഷ്യൻ എന്താ പറഞ്ഞത്? എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട്. നമ്മുടെ ദുഃഖങ്ങളുടെ ഒക്കെ പ്രധാനപ്പെട്ട കാരണം മോഹമാണ്. മോഹം. എവിടെ നിന്ന് കിട്ടി മോഹം? എവിടെ നിന്ന് കിട്ടി? അയൽക്കാരനുണ്ട്, അപ്പുറത്തവനുണ്ട്, ഇപ്പുറത്തവനുണ്ട്. അവിടെ നിന്ന് എനിക്ക് തൃപ്തി ഉണ്ടാകുന്നില്ല. കിട്ടിയിട്ടും ഇത് നിഴല് പോലെയാണല്ലോ. നിഴല് ചവിട്ടി കളിച്ചിട്ടുണ്ടോ? ഞങ്ങളൊക്കെ വളരെ കളിച്ചിട്ടുണ്ട് ചെറിയ പ്രായത്തിൽ. പതുക്കെ ഒളിച്ച് കാണാതെ ഒറ്റ ചവിട്ടിട്ടുമ്പോഴേക്കും നിഴൽ മാറിപ്പോയി. ചവിട്ടാൻ ആഞ്ഞല്ലോ, അപ്പോഴേക്കും നിഴൽ മാറി. തൃപ്തി ഉണ്ടാകത്തില്ല. പൗലോസ് പറയുകയാണ്, ഇപ്പോൾ എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട്. എന്താ മനുഷ്യനുള്ളത്? എന്താ മനുഷ്യനുള്ളത്? എനിക്ക് തോന്നുന്നില്ല പുള്ളിയുടെ ഒരടി കൊണ്ട മുറിവ് ഉണങ്ങാനുള്ള സമയം പോലും അടുത്തടിക്ക് മുമ്പ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയുള്ള മനുഷ്യനാണ് പൗലോസ്. പക്ഷെ ആ മനുഷ്യൻ പറയുന്നത് എന്താണ്? എനിക്ക് എല്ലാം. നമ്മൾ പോകുന്നത് ആരാധനയിലേക്ക് ആയിരുമ്പോൾ അദ്ദേഹം ആരാധിച്ച കാര്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താ ആരാധിച്ചത്? നമ്മുടെ ദൈവവും പിതാവുമായവൻ എന്നേക്കും മഹത്വം. ആമേൻ. ആ ആരാധനയിലേക്ക് പോകുന്നതിന്റെ ബാക്ക്ഗ്രൗണ്ടാണ് ഞാൻ ഈ പറയുന്നത്. എനിക്കെല്ലാം ഉണ്ട്, സമൃദ്ധിയായിരിക്കുന്നു. ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. സമൃദ്ധിയായി. എൻ്റെ ഈ ഗ്ലാസ്സിൽ ഇപ്പം 3/4 ഗ്ലാസ് വെള്ളമേ ഉള്ളൂ. ഇതിനെ നമ്മൾ സമൃദ്ധി എന്ന് വിളിക്കത്തില്ല. ഉണ്ട്, എൻ്റെ ഗ്ലാസ്സിൽ വെള്ളമുണ്ട്. പക്ഷേ സമൃദ്ധി എന്ന് പറഞ്ഞാൽ അത് നിറയുമ്പോഴാണ് നമ്മൾ സമൃദ്ധി എന്ന് പറയുന്നത്. ഈ മനുഷ്യൻ എന്താ പറഞ്ഞത്? സമൃദ്ധിയായിരിക്കുന്നു.
നിങ്ങൾ അയച്ചു തന്നത് സൗരഭ്യപൂർണമായി ദൈവത്തിന് പ്രസാദവും സുഗ്രാഹവുമായ യാഗമായി എപ്പഫ്രോസിന്റെ കയ്യാൽ ഞാൻ സ്വീകരിച്ച് തൃപ്തനായിരിക്കുന്നു. വല്ലവനും അയച്ചു കൊടുത്ത പൈസ കൊണ്ടാണ് അദ്ദേഹം ആ മാസത്തെ റേഷൻ വാങ്ങിച്ചത്. അല്ലാതെ ബാങ്കിൽ ഇങ്ങനെ അടുക്കെടുക്കായിട്ടിരുന്ന കഥയല്ല ഇദ്ദേഹം പറയുന്നത്. വല്ലവരും അയച്ചു കൊടുത്ത പൈസ കൊണ്ട് ജീവിച്ചു പോകുന്ന മനുഷ്യൻ പറയുകയാണ്, എനിക്ക് വേണ്ടുന്നതൊക്കെ. എന്താ കാര്യം അറിയാമോ? മോഹം വളരെ കുറവാണ്. മോഹം കുറയും തോറും ബാലൻസ് കൂടും. എന്നിട്ട് അദ്ദേഹം ഒരു ഉപദേശം കൂടി കൊടുക്കുന്നു. എന്താണ്? 19ാമത്തെ വാക്യം. എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർന്നു തരും. ഈ വാക്യങ്ങളൊക്കെ ഇന്നത്തെ പ്രോസ്പെരിറ്റി തിയോളജിക്കാർ ഉപയോഗിക്കുന്ന വാക്യങ്ങളാണ്. ഈ പൗലോസ് ഇതൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞ് ഇങ്ങനെ അടുക്കടുക്കായിട്ട് വെക്കാവുന്ന അർത്ഥത്തിലല്ല. ഒരു തുള്ളി വെള്ളം ചോദിച്ചവന് 1/2 ഗ്ലാസ് വെള്ളം കൊടുത്താൽ അവൻ എന്തു പറയും? അയ്യോ, ഇത്രയും വെള്ളം തരാൻ ഞാൻ ആരാണ്? 1/2 ഗ്ലാസേ കൊടുത്തുള്ളൂ. എന്താ കാര്യം? അവൻ ചോദിച്ചത് ഒരു തുള്ളി വെള്ളമാണ്. എത്രമാത്രം എൻ്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും കുറയുന്നു അത്രയും എനിക്ക് ലഭിക്കുന്ന സമൃദ്ധിയാണ്. എൻ്റെ ദൈവം വലിയവൻ. എന്നിട്ടാണ് പൗലോസ് പറയുന്നത്, നമ്മുടെ ദൈവവും പിതാവുമായവൻ എന്നേക്കും മഹത്വം. ആരാധന ഉണ്ടാക്കാൻ പറ്റത്തില്ല. നമ്മൾ ആരാധകരാണ്. ഒരു പക്ഷേ ഞാൻ ആരാധന എന്ന പേരിൽ ചില പ്രസ്താവനകൾ ചെയ്യും, അത് കുഴപ്പമില്ല. പക്ഷെ അവിടെ എത്തണമെന്നില്ല. നമ്മളിങ്ങനെ വായിക്കുന്നത്, നോഹ യാഗം കഴിച്ചപ്പോൾ യാഗത്തിൻ്റെ സൗരഭ്യം യഹോവ മണത്തു. നമ്മുടെ ആരാധന സ്വാഭാവികമായിട്ട് ഉണ്ടാകണം. ദൈവത്തിൻ്റെ അത്ഭുതങ്ങളുടെ മുൻപിൽ ഉണ്ടാകുന്ന ആ വിസ്മയമാണ് ആരാധന. ആരത്ഭുതപ്പെടുന്നത്? നമ്മുടെ വീട്ടിൽ കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ ഈ കുറെ പിള്ളേരെ പറ്റിക്കാനുള്ള കുറെ മാജിക് കാണിക്കും. കോപ്രായങ്ങളെന്നൊക്കെ പറയും. പ്രായമുള്ളവർക്കാർക്ക് ചിരി വരത്തില്ല. കൊച്ചു പൊട്ടിച്ചിരിക്കും അത്ഭുതത്തോടെ. പിന്നെയും കൂടി പ്രാവശ്യം കൂടി കാണിക്കും. കുഞ്ഞാണ്, അത്ഭുതങ്ങളാണ്. നമ്മുടെ പ്രശ്നം നമ്മളൊക്കെ വളർന്നു. എന്തുകൊണ്ട്? എനിക്ക് പ്രൊവിഷൻ ഉണ്ടാകുന്നു. ഞാൻ പഠിച്ചു, എൻ്റെ ബുദ്ധി കൊണ്ട് ഞാൻ പഠിച്ചു, ഞാൻ ഫസ്റ്റ് റാങ്കിൽ പാസ്സായി, അതുകൊണ്ട് ജോലി കിട്ടി, അതുകൊണ്ട് ഇപ്പം എനിക്ക് വരുമാനം ഉണ്ട്, അതുകൊണ്ട് ഞാൻ ജീവിക്കുന്നു. അതിലിപ്പോൾ എത്ര അത്ഭുതമുണ്ട്. ശൈശവത്വം പോയി, ആത്മാവിലുള്ള ദാരിദ്ര്യം പോയി, എല്ലാ കാര്യങ്ങളും. എന്തുകൊണ്ട് ശ്വാസം വലിക്കുന്നു? എൻ്റെ ശ്വാസകോശം വളരെ പെർഫെക്റ്റാണ്. ദൈവത്തിൻ്റെ മുൻപിൽ ഒരു അത്ഭുതപ്പെടുന്ന കുഞ്ഞിനെ പോലെ നിൽക്കാൻ ദൈവം നമ്മെ വിളിക്കുക. ദൈവം വെച്ചിരിക്കുന്ന ഒരു ക്രമമുണ്ട്. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ഞാൻ കാണുമ്പോൾ, ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ഞാൻ അറിയുമ്പോൾ, ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ഞാൻ വിശ്വസിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് വരുന്നതാണ് ആരാധന. അതാണ് ഓർഡർ. പക്ഷേ നമ്മൾ വീരവാദം മുഴക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, ഇത് ജീവിതത്തിൽ മുഴുവൻ വീരവാദം മുഴക്കും, എന്നിട്ട് ആരാധന എന്ന പേരിൽ ചില കാര്യങ്ങൾ പറയും. അത് ആരാധന അല്ല. ഞാൻ ശ്രേഷ്ഠനാണെന്നുള്ള ബോധ്യം എന്നിൽ പോകാത്തിടത്തോളം കാലം എനിക്ക് ആരാധിക്കാൻ കഴിയത്തില്ല. ഞാൻ നട്ടു, നിങ്ങൾക്കറിയാമോ നടുന്നതിൻ്റെ ബുദ്ധിമുട്ട്, നടുന്നതിൻ്റെ ത്യാഗം, നടാൻ എന്തോരം പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ് എൻ്റെ നടനെ കുറിച്ച് 1/2 മണിക്കൂർ ക്ലാസ് എടുത്തിട്ട്, പക്ഷേ വളരെ മാറാക്കിയ ദൈവം. പൗലോസിൻ്റെ ജീവിതത്തിൽ ആ ഓർഡർ കാണുന്നു. നട്ടവനും ആരുമില്ല, നനച്ചവനും ഒന്നുമില്ല, വളരുമാറാക്കിയവൻ, അതാണ് വർഷം. പ്രിയ ദൈവമക്കളെ, ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആവശ്യം പോലെ അഹങ്കാരം എന്നിലുണ്ട്. ഞാൻ ദൈവത്തോട് യാചിക്കുകയാണ്. എന്താണെന്നറിയാമോ? കർത്താവേ, ഒന്ന് സഹായിക്കുക. എന്നെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ, എന്നെക്കുറിച്ചുള്ള ആ വീരവാദങ്ങൾ ഒക്കെ ഇല്ലാത്തവനായി ഒന്ന് ദൈവത്തെ കാണാൻ എന്നെ ഒന്ന് സഹായിക്കുക. ദൈവം ഈ ദിവസങ്ങളിൽ നമ്മെ യഥാർത്ഥ ആരാധനയ്ക്ക് വേണ്ടി വിളിക്കുക. കോടാനുകോടി ദൂതന്മാർ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുക. ഈ പ്രപഞ്ചം മുഴുവൻ ദൈവത്തെ ആരാധിക്കുക. കിളികൾ, മൃഗങ്ങൾ, സകല സൃഷ്ടികളും ദൈവത്തെ ആരാധിക്കുമ്പോൾ അവരെ പോലെയല്ല മനുഷ്യർ സൃഷ്ടിച്ചത്. ദൈവം മനുഷ്യർ സൃഷ്ടിച്ചത് സ്വന്തം വായിലെ ശ്വാസം അവരുടെ മൂക്കിലൂതി പ്രത്യേകതയുള്ള ഒരു വ്യക്തിയായിട്ട്, സൃഷ്ടിയായിട്ട് സൃഷ്ടിച്ചു.
അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ആരാധനയും ദൈവം പ്രത്യേകതയുള്ളതായിട്ട് കാണും. നമ്മൾ പഴയ നിമിത്തം കാണുന്നുണ്ട്, അനേകരുടെ ആരാധനയുടെ ആ സുഗന്ധം ദൈവം മണത്തു. അതേ സമയത്ത് നമ്മൾ വായിച്ചു, നാദാബും അബീഹുവും അവരുടെ ആരാധന ദൈവം വെറുത്തു, അവരവിടെ വീണ് മരിച്ചു. കായീൻ, ഹാബേൽ, കായീന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല, ഹാബേലിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു. അതിന് പ്രത്യേക ക്ലാസ് ഒന്നുമില്ല. എങ്ങനെയാണ് ആരാധിക്കേണ്ടത്? ആരാധിക്കുമ്പോൾ ഹീബ്രു ആണോ പറയേണ്ടത്, ഗ്രീക്കാണോ പറയേണ്ടത്, ഇംഗ്ലീഷാണോ പറയേണ്ടത്, ഹിന്ദിയാണോ പറയേണ്ടത്? ഇല്ല. സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു പ്രതികരണം, അതുണ്ടാകണമെങ്കിൽ അത്ഭുതം കാണണം. അത്ഭുതം കാണണമെങ്കിൽ എന്നെക്കുറിച്ചുള്ള എൻ്റെ വീരവാദങ്ങൾ ഇല്ലാതാകണം, എൻ്റെ മിടുക്കുകൾ ഇല്ലാതാകണം. അത്ഭുതം കണ്ട് പകച്ചു നിൽക്കുന്ന ഒരു ശിശുവിനെ പോലെ നാം ആയിത്തീരണം. നമുക്ക് കണ്ണുകൾ അടച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കും. നമ്മുടെ ചിന്തയിലൊക്കെ എത്രയോ ഉന്നത ഭാവമാണുള്ളത്. നമ്മുടെ വാക്കുകളിൽ നമ്മൾ എത്ര പിറുപിറുക്കുന്നവരാണ്. ആരാധനയുടെ ഓപ്പോസിറ്റാണ് പിറുപിറുപ്പ്. എവിടെ നിന്നാണ് പിറുപിറുപ്പ് ഉണ്ടാകുന്നത്? നിരാശ ഉണ്ടാകുന്നത്, മോഹങ്ങളിൽ നിന്ന് തൃപ്തി ഉണ്ടാകുന്നില്ല. എന്നാൽ നമ്മുടെ രക്ഷയെക്കുറിച്ച് ഓർത്താൽ മാത്രം മതി ദൈവത്തെ ആരാധിക്കും. ക്ലാസ്സിൽ ടീച്ചർ എത്ര പറഞ്ഞിട്ട് പഠിക്കാത്ത ഒരു കുട്ടി, ഒരിക്കലും പരീക്ഷയ്ക്ക് ജയിക്കുന്നില്ലെന്ന് ഉറപ്പുള്ളൊരു കുട്ടി, ടീച്ചർ എപ്പോഴും വഴക്ക് പറയും, പഠിക്കാൻ ഉപദേശിക്കും, നമ്മൾ കേൾക്കത്തില്ല. എന്നിട്ട് ടീച്ചർ പരീക്ഷ അവന് വേണ്ടി എഴുതി അവനെ ജയിപ്പിക്കുന്നത് പോലെയാണ് കർത്താവ് നമ്മളെ രക്ഷിച്ചത്. കർത്താവിനോട് മത്സരിച്ച് ജീവിച്ചിരുന്ന നമ്മെ തേടി കർത്താവ് വന്നു. നമ്മൾ അങ്ങോട്ട് പോയില്ല. രക്ഷയ്ക്ക് വേണ്ടി നമ്മളൊന്നും ചെയ്തില്ല. കർത്താവ് തന്നെ തൻ്റെ ജീവൻ നമുക്ക് വേണ്ടി നൽകി നമ്മെ രക്ഷിച്ചു. പാട്ടുകാരൻ പാടിയതുപോലെ, ഓർത്താൽ നിന്റെ നാമം ചൊല്ലിടാനും പോരെ, ഓർത്താൽ നിന്റെ നാമം എൻ്റെ നാവിലെടുക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. നിത്യനരകത്തിന് വിധിക്കപ്പെട്ടവർ, കെടാത്ത തീയും ചാകാത്ത പുഴുക്കളുമുള്ള നരകത്തിൽ നിത്യം യാതന അനുഭവിക്കാൻ വിധിക്കപ്പെട്ടിരുന്നവർ, ആ സ്ഥാനത്താണ് നമ്മെ സ്വർഗീയ പൗരന്മാരാക്കി സമാധാനം കൊണ്ടും സന്തോഷം കൊണ്ടും നിറച്ചത്. ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായി നമ്മെ നടത്തിയത്. നമ്മളോട് ചോദിക്കുക, തൃപ്തനാണോ? എൻ്റെ ജോലിയെക്കുറിച്ച് ഞാൻ തൃപ്തനാണോ? സാലറിയെക്കുറിച്ച് തൃപ്തനാണോ? എൻ്റെ വീടിനെ കുറിച്ച് തൃപ്തനാണോ? കാറിനെ കുറിച്ച് തൃപ്തനാണോ? ഭക്ഷണത്തെക്കുറിച്ച് തൃപ്തനാണോ? എൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് തൃപ്തനാണോ?